ഇന്ന് ഫൈനൽ ആർഗ്യുമെന്റിൽ ആദ്യം പരിശോധിക്കുന്നത് താര സംഘടന അമ്മയിലെ തർക്കത്തെക്കുറിച്ചാണ്. പൊട്ടലും ചീറ്റലും ഇതൊന്നും അമ്മയിൽ പുതുമയുള്ള കാര്യമല്ല. ഒരു വനിതയെ സംഘടനയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന് മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോഴും ആണധികാരത്തിന്റെ ശേഷിപ്പുകൾ അമ്മയിലുണ്ട് എന്ന് തന്നെയാണ് താരങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകളുടെ ആകെത്തുക. ബിഗ് സ്ക്രീനിൽ ജനങ്ങൾ ആരാധിക്കുന്ന പല താരങ്ങളുടെയും മുഖം മൂടികൾ അഴിഞ്ഞു വീഴുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സംഘടനയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നടൻ ടിനി ടോം തന്നെ ജിഹാദി എന്ന് വിളിച്ചുവെന്നാണ് നടി അൻസിബ ഹസൻ ആരോപിച്ചിരിക്കുന്നത്. അമ്മ കുടുംബ സംഗമത്തിന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പിന് ഒരു മതസംഘടനയെ ഉൾപ്പെടുത്താൻ പോയപ്പോൾ അതിനെ എതിർത്തതാണ് തന്നെ ജിഹാദി എന്ന് വിളിക്കാൻ കാരണമെന്നാണ് അൻസിബ വിശദീകരിക്കുന്നത്. നടി നീന കുറുപ്പ് അൻസിബയെ പിന്തുണച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു. നിയമ പോരാട്ടത്തിനിറങ്ങുകയാണ് ഇരുവരും. അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് പരാതിയും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അമ്മയിൽ സജീവമായി പ്രവർത്തിക്കുന്നവരെ തകർക്കാനുള്ള നീക്കമെന്നാണ് ടിനി ടോമിന്റെ ആരോപണം. എന്താണ് അമ്മയിലെ യഥാർത്ഥ പ്രശ്നം എന്ന് നോക്കാം. അജിംസിന് എന്താണ് തോന്നുന്നത്? ഇത് ഈ അമ്മയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് നമ്മൾ പലതവണ പല വാർത്തകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴുണ്ടാകുന്ന ഈ പ്രശ്നത്തിന്റെ ഒരു പിന്നിൽ എന്താണ്? ഒന്ന്, അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു തൊഴിലാളി സംഘടനയാണ്. നമ്മൾ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. അതൊരു സിനിമയിൽ അഭിനയിക്കുന്ന താരങ്ങളുടെ സംഘടനയാണെന്ന് കരുതിയ ഒരു തൊഴിലാളി സംഘടനയല്ല, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. അതിൽ അംഗങ്ങളായ ആളുകൾക്ക് ഉള്ള ചാരിറ്റബിൾ പണിയാണ് അത് നടത്തുക. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അമ്മ നടത്തുന്ന പരിപാടികൾ എന്തൊക്കെയാണ്? കൈനീട്ടം എന്ന പേരിൽ അവശകലാകാരന്മാർക്ക് പണം കൊടുക്കുക, കുടുംബസംഗമം നടത്തുക, അതുപോലെ എന്താണ് താരനിശകൾ നടത്തി പണം സമാഹരിക്കുക, അത് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. അപ്പോൾ ഇതാണ് അതിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സംഘടനയുടെ സ്വഭാവം എന്താണ്, അതിൻ്റെ ഘടന എന്താണ് എന്നുള്ളതാണ് ആ സംഘടനയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ അമ്മ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്നു വന്ന വിവാദങ്ങൾ എന്താണ്? അത് സ്ത്രീ വിരുദ്ധമായ ഒരു സംഘടനയാണ് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നതിൻ്റെ തലപ്പത്ത് പലപ്പോഴും ആണുങ്ങളാണ് ഉണ്ടാവുക. ആണുങ്ങളാണ് അതിൽ ഡിസിഷൻ മേക്കേഴ്സ്. അങ്ങനെ ഒരുപാട് പരാതിക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വനിത അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ. അപ്പോൾ ഉയരുന്ന പ്രശ്നം എന്താണ്? അത് സ്ത്രീ വിരുദ്ധമാവുകയല്ലേ എന്നത് മറ്റ് ചില പ്രവണതകൾ, സമൂഹത്തിൽ തന്നെയുള്ള മറ്റ് ചില പ്രവണതകൾ അത് കാണിക്കുന്നു. ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അഴിമതിയാണ്. അത് കുക്കു പരമേശ്വരനെതിരാണ് അഴിമതി വരുന്നത്. സാധാരണ രാഷ്ട്രീയ പാർട്ടികളിലും ഭരണത്തോടൊപ്പം നിൽക്കുന്നവരിലും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് അഴിമതി. ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ എന്തിനാ അഴിമതി കാണിക്കണം എന്ന ചോദ്യമുണ്ട്. അഴിമതി ആരോപണം ഇതുവരെ അങ്ങനെ അമ്മയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ തോന്നുന്നു. ഒരാൾ അഴിമതി നടത്തി, ഒരു ഭാരവാഹി അഴിമതി നടത്തി എന്നുള്ളത് ആദ്യമായിട്ടാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ സ്ത്രീ തലപ്പത്തേക്ക് വന്നപ്പോൾ സ്ത്രീ വിരുദ്ധമായ പ്രശ്നങ്ങളെക്കാൾ അഴിമതി വരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം ഇസ്ലാമോഫോബിയാണ്. ഇപ്പോൾ അൻസിബ ഹസൻ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അമ്മ ഒരു സെക്യുലർ സംഘടന എന്ന നിലയിൽ സെക്യുലറായ നടപടികൾ സ്വീകരിക്കണം. ക്ഷേത്രങ്ങളിൽ നിന്ന്, മതസ്ഥാപനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യരുത്? സംഭാവന സ്വീകരിക്കരുത്, സ്പോൺസർഷിപ്പ് സ്വീകരിക്കരുത്. അതൊരു നല്ല അഭിപ്രായമാണ്. അത് അമ്മയുടെ പോളിസിയിൽ അങ്ങനെ ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. അതിലൊരു ഒരു അഭിപ്രായം പറയുന്നു. അതിന് ടിനി ടോം എന്ന് പറയുന്ന മറ്റൊരാൾ അവരെ ജിഹാദി എന്ന് വിളിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. സാധാരണ ഫിലിം ഫ്രട്ടേണിറ്റിയിൽ അത്തരം കാര്യങ്ങൾ പരസ്യമായ ആളുകൾ പറയില്ല. അതായത് ഫിലിം ഫ്രട്ടേണിറ്റിൽ പലതരം രാഷ്ട്രീയമുള്ള ആളുകളുണ്ടാവും, വർഗീയതയുള്ള ആളുകൾ പോലും ഉണ്ടാവും. നമ്മൾ പിന്നീട് പലരെയും കണ്ടിട്ടുണ്ട്. വർഗീയത പറയുന്ന സിനിമാ താരങ്ങൾ പിന്നീട് ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമാ താരങ്ങൾ കേന്ദ്രമന്ത്രി വരെ ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ പോയിട്ട്. പക്ഷേ അങ്ങനെ വർഗീയത ആരും പറയാറില്ല. നോക്കുക, നമ്മുടെ സമൂഹത്തെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോ അല്ലെങ്കിൽ 1.5 പതിറ്റാണ്ടോ ആയിട്ട് സോഷ്യൽ മീഡിയ വഴി പടർത്തുന്ന വിദ്വേഷം സിനിമാ താരങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ടും സ്വാധീനിക്കും. അത് തുറന്നു പറയുന്നതിൽ, ഒരാളെ ജിഹാദി എന്നൊക്കെ വിളിക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല, ഒരു മടിയുമില്ലാതെ അങ്ങനെ വിളിക്കാൻ കഴിയുന്നു എന്ന നിലവിലേക്ക് ഒരു കലാകാരനെ, ഒരു സിനിമാ നടനെയൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുന്ന വിഷത്തിൻ്റെ അളവിനെ കുറിച്ചാണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റിയെക്കുറിച്ചാണ്. അപ്പോൾ ഒരു ടിനി ടോമിനെ പോലെ പലതരം മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പബ്ലിക് സ്ഫിയറിലുള്ള, പബ്ലിക് ഡൊമൈനിലുള്ള ഒരു കലാകാരന് സ്വന്തം സഹപ്രവർത്തകയെ ജിഹാദി എന്ന് ഒരു ഉളുപ്പുമില്ലാതെ വിളിക്കാൻ കഴിയുമെങ്കിൽ ഈ സാധാരണക്കാരായ മനുഷ്യർ, ഒരു ദിവസം ടൺ കണക്കിന് വെറുപ്പ് കൺസ്യൂം ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ മാനസികാവസ്ഥ ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇത് ഒരു ഇൻഡിക്കേറ്ററാണ്, നമ്മുടെ സൊസൈറ്റിയിലൊരു ഇൻഡിക്കേറ്ററാണ്. ഒരു സിനിമാ നടൻ തൻ്റെ സഹപ്രവർത്തകയെ അങ്ങനെ വിളിക്കുക, ഒരു ഇസ്ലാമോഫോബിക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് വിളിക്കുന്നത് നോർമലാണ്, അങ്ങനെ വിളിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല എന്ന് ടിനി ടോമിന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ള വിഷത്തിൻ്റെ അളവാണ്. ഇതൊരു ഇൻഡിക്കേറ്ററാണ്. യഥാർത്ഥത്തിൽ ഇത് ശ്രദ്ധിക്കേണ്ടത് സർക്കാർ കൂടിയാണ്. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നു. UDF സർക്കാർ അധികാരത്തിൽ നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, സമൂഹത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി വ്യാപിച്ചിട്ടുള്ള വിദ്വേഷത്തിൻ്റെ അളവ് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല പോലീസ് ആസ്ഥാനം സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞു ഓൺലൈൻ ക്രൈമുകൾ, സൈബർ ക്രൈമുകൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് സൈബർ ക്രൈം?
ഈ ഓൺലൈൻ തട്ടിപ്പുകൾ മുതൽ വർഗീയ വിദ്വേഷ പ്രചാരണം വരെ എന്നാണ് പറയുന്നത്. പക്ഷേ ഓൺലൈൻ തട്ടിപ്പുകളേക്കാൾ സമൂഹത്തിന് അപകടകരമാണ് ഈ വിദ്വേഷ പ്രചാരണം എന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ് ടി ടോമിൻ്റെ പ്രസ്താവന. അദ്ദേഹം അതിൽ വിശദീകരണം ഒന്നും പറഞ്ഞിട്ടില്ല. ഈ നിയമ നടപടിക്ക് പോകണം അൻസിബാസൻ. ആ നിയമ നടപടിയിൽ ഭരണകൂടം അൻസിബയെ പിന്തുണയ്ക്കുമോ എന്നുള്ളതുകൂടിയാണ് കാത്തിരുന്ന് കാണേണ്ടത്. സാജു നോക്കൂ, ഈ വർഗീയതയും വിദ്വേഷവും താരസംഘടനയായ അമ്മയിൽ വരെ പടർന്നു പിടിച്ചു കഴിഞ്ഞുവെങ്കിൽ അത് വളരെ ഗുരുതരമല്ലേ? ഈ താരസംഘടന എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോഴും അവരെ ആരാധനയോടുകൂടെ കാണുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. അതൊക്കെ വസ്തുതയാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും അവരും ഈ കേരളീയ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ചെളിക്കുത്തുകളും അവർക്കിടയിലുമുണ്ട്. അത് അളവ് കൂടിയാൽ മാത്രമേ ഉണ്ടാവൂ എന്ന് കരുതുകയാണ്. ഏതായാലും ഒരു നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇപ്പോഴത്തെ നേതൃത്വത്തെ അമ്മയിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ എന്നിട്ട് എന്താണ് സംഭവിച്ചത്? നാണക്കേട് മറയ്ക്കാൻ കൊണ്ടുവന്ന നേതൃത്വത്തിൽ പ്രസിഡന്റ് ഒരു വഴിക്കും ജനറൽ സെക്രട്ടറി മറ്റൊരു വഴിക്കും ആണ് എന്നുകൂടിയാണ് ഇപ്പോഴത്തെ ഈ തമ്മിൽ തല്ല് അല്ലെങ്കിൽ തൊഴുത്തിൽ കുത്തിൽ നിന്നും കാണികൾ അല്ലെങ്കിൽ പ്രേക്ഷകർ വായിച്ചെടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എവിടെയാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലുണ്ടാകുന്ന സകല സംഘടനകളുടെയും അവിടെ അധികാരവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അത് വലിയ തോതിൽ തന്നെ ഇവരെ ബാധിച്ചിട്ടുണ്ട്. അതിന് മാലാപാർവതി കഴിഞ്ഞ ദിവസം ഈ വിവാദം വന്നപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അവരുടെ ഒരു ബൈറ്റുണ്ട്: ഞങ്ങളോട് നാട്ടുകാർ ക്ഷമിക്കണം, മെമ്പർമാരോട് പോലെ ഇവിടെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. മീറ്റിംഗ് കൂടുന്നത് അവർ മീഡിയയിൽ നിന്ന് അറിയുന്നു, ഗ്രൂപ്പ് കളിയുടെ പ്രശ്നങ്ങളൊക്കെ ഓൺലൈൻ മീഡിയയിൽ നിന്ന് അറിയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ആ പറഞ്ഞ വാചകങ്ങളാണ് സത്യത്തിൽ അമ്മയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ കുറേ അധികം മെമ്പർമാരുണ്ട്. അവർ കുടുംബമേളയ്ക്ക് ഒത്തുകൂടുന്നു അല്ലെങ്കിൽ ജനറൽ ബോഡിക്ക് വരുന്നു. അവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന കാര്യത്തിൽ, ആരൊക്കെ എന്തൊക്കെ നടത്തുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയും ഇല്ല എന്നാണ് ഈ 2 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് കൂടി നോക്കൂ. പ്രതിസന്ധി ഇപ്പോൾ രൂക്ഷമാണ്. പുതിയ നേതൃത്വം വരണമെന്ന് അന്ന് പറഞ്ഞിരുന്ന ആളുകൾ വന്നിട്ട് പറയാണ്. അങ്ങനെ അതിങ്ങനെ പറയേണ്ടി വന്നതിൽ നാണക്കേടുണ്ടായിട്ടുണ്ട്. സീനിയേഴ്സൊക്കെ ഇത് ഏറ്റെടുക്കണം എന്നുള്ളത്. അതായത് ഈ വിവാദത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നേരത്തെ എന്താണ് ഉണ്ടായിരുന്നത്, നേരത്തെ ഏത് നേതൃത്വമാണ് ഉണ്ടായിരുന്നത്, അങ്ങോട്ട് തന്നെ കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു നീക്കം കൂടി ഇതിൻ്റെ ഇടയിൽ വളഞ്ഞ വഴിയിൽ ഈ സംഘടനയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുകൂടി നമ്മൾ വായിക്കണം. പിന്നെ അടി അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരാളെ പിന്തുണയ്ക്കുന്നു, മറ്റൊരാൾ പറയുന്നു, അങ്ങനെ പോയി യഥാർത്ഥത്തിൽ പലതും നോക്കിക്കഴിഞ്ഞാൽ തൊഴിലിടത്തിലെ മാനസിക പീഡനവും അതിനപ്പുറത്തേക്കൊക്കെ വരുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതാണ് നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം പച്ചയായ വർഗീയത പറയുന്നു എന്നുള്ളത്. അതായത് ഒരു ഗോസിപ്പുകൾക്കൊക്കെ അപ്പുറത്തേക്ക് അതിനെ അങ്ങനെ അത് ചോദ്യം ചെയ്യുമ്പോൾ അതിനെ വർഗീയമായി അധിക്ഷേപിക്കുന്നു എന്ന ആക്ഷേപം ഉയർത്തുന്നത് ഭാരവാഹിയായ ഒരു വനിതാ മെമ്പറാണ്. അവിടെ നടപടി വേണ്ടേ? അതിനകത്ത് ഇടപെടൽ നടത്തേണ്ടതില്ലേ? അല്ലാതെ അത് ജനറൽ ബോഡി 1 മാസത്തിന് ശേഷം വരാനിരിക്കുകയാണ്, അവിടെ പറയേണ്ട കാര്യങ്ങളൊക്കെ മീഡിയയോട് പറയാമോ, അല്ലെങ്കിൽ പുറത്തു വന്ന് പറഞ്ഞത് ശരിയായില്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ ആ സംഘടനയ്ക്കുള്ളിൽ നിന്ന് വരികയാണ്. ഇവരെന്ത് ജനാധിപത്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അമ്മ ഇനി അവസാനം ഉണ്ടായ വിവാദം എന്താണ്? 75 ലക്ഷം രൂപ ദല്ലാൽ എന്ന് വിളിക്കപ്പെടുന്ന ആളുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര ഭരണസമിതിയിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ഇന്ന് അദ്ദേഹം തന്നെ പറയുന്നത്, നന്ദകുമാർ തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് എന്നോട് ശ്വേതാ മേനോൻ വന്നിട്ട് പൈസ ചോദിച്ചു, ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാണ്. അപ്പം ഞങ്ങളുടെ ക്ഷേത്രം എന്ന് പറഞ്ഞത് ചാരിറ്റബിൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾ 75 ലക്ഷം രൂപ കൊടുക്കാൻ കരാറാക്കുന്നു. എന്നിട്ട് കരാർ അത് പ്രകാരമുള്ള പണം, അതിൻ്റെ ആദ്യ ഗഡു 30 ലക്ഷത്തോളം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു ക്ഷേത്രം എന്തിന് അമ്മയ്ക്ക് പണം കൊടുക്കണം എന്നതിന് അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണമുണ്ട്. പക്ഷേ ഇത് പരസ്യമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് ഇവർ ചെയ്യുന്ന പരസ്യം എന്ന ചോദ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കേൾക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പണം കൊടുത്തു, ഇത് അമ്മയുടെ കുടുംബമേളയിൽ പരസ്യം വെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, അത് വേണ്ടത്ര തോതിൽ വെച്ചില്ല എന്നൊക്കെ ഇവർക്ക് തന്നെ പരാതികൾ ഉണ്ട് എന്നൊക്കെ ആണ് പറയപ്പെടുന്നത്. അപ്പം ഇതിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ക്രമക്കേട്. ഈ വാങ്ങുന്ന പണം യഥാർത്ഥത്തിൽ അമ്മയിലെ ഈ പറയുന്ന പോലെ ചാരിറ്റിക്ക് തന്നെയാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ പണത്തിൻ്റെ കാര്യത്തിൽ അഴിമതി നടക്കുന്നുണ്ടോ എന്നതൊക്കെയാണ് ഉന്നയിക്കപ്പെടുന്നത്. ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള സംവിധാനമാണ്. ഇവിടെ സർക്കാരിന് ഇടപെടാൻ സമയമായിട്ടുണ്ട്. സർക്കാരിന് ഇക്കാര്യത്തിൽ ഇടപെടാൻ പറ്റും. അഴിമതി ആരോപണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് ഇതിലേക്ക് ഇടപെടുക എന്നുള്ളതാണ്. ഇപ്പോഴും
നമ്മുടെ സൂപ്പർ താരങ്ങൾ ഈ കാര്യത്തിൽ വല്ലതും മിണ്ടിയിട്ടുണ്ടോ? ഞാൻ കേട്ടില്ല. ദിവ്യ എവിടെയെങ്കിലും കേട്ടോ? അപ്പൊ നേരത്തെ അടിയുണ്ടായപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഒഴിഞ്ഞു, പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് തെളിയിച്ച ഈ മഹാത്മാക്കൾ ഇപ്പോൾ നടക്കുന്ന അടിയിൽ ഇടപെടണം, അല്ലെങ്കിൽ അവർ അതിനോട് പ്രതികരിക്കണം. അവർ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, അവർ ഈ സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരാണെങ്കിൽ അവർ പ്രതികരിക്കണം. അല്ലാതെ ഇവിടെയും മൗനം പാലിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങൾ ഞങ്ങളുടെ ഇമേജിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത് എന്നാണ് എനിക്ക് പറയാം. സൈഫുദ്ദീൻ, ഇവിടെ നോക്കൂ, ഈ അമ്മയ്ക്കകത്ത് ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പുച്ഛം എന്നുള്ള രീതിയിലോട്ട് ആ ഒരു ഇതിലോട്ട് മാറുകയാണ്. കാരണം കേൾക്കാത്ത പ്രശ്നങ്ങളില്ല, സ്ത്രീകൾക്കെതിരായ പ്രശ്നങ്ങൾ, ഇപ്പോൾ സാമ്പത്തിക ക്രമക്കേട്, വർഗീയത ഉൾപ്പെടെ പറയുന്ന തരത്തിലേക്ക് വരികയാണ്. ഒരു ഭരണം മാറിയതുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നു. അല്ല, ഇതിനകത്ത് സാജു ഇപ്പോൾ പറഞ്ഞല്ലോ സൂപ്പർ താരങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നില്ല എന്ന്. ഇതിനകത്ത് ഇപ്പോൾ ആക്റ്റീവ് അല്ലാത്ത കുറേ താരങ്ങൾ ചേർന്നാണ് ഈ സംഘടന നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ആക്റ്റീവ് അല്ലാത്ത കുറേ താരങ്ങൾ ഈ സംഘടന നടത്തിക്കൊണ്ടുപോകുന്നു. ആക്റ്റീവായ പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങൾ ഈ കളി കണ്ടു നിൽക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരു ഈഗോ ക്ലാഷ് അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ അവർ നടത്തില്ല, അവർ നടത്തിക്കോട്ടെ, സൈഡിൽ നിന്ന് കളി കാണാനും മമ്മൂക്കയും മോഹൻലാലും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ഇനിയിപ്പോൾ ഇഷ്യൂ സെറ്റിൽ ചെയ്യേണ്ടത് അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി വേണമെങ്കിൽ വിളിക്കണം, ഡേറ്റ് കണ്ടിട്ടില്ല. ജനറൽ ബോഡിയിലെ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറയുന്നു. ഈ ജനറൽ ബോഡിയിലെ ഇഷ്യൂസ് എല്ലാം പരിഹരിക്കപ്പെടേണ്ടത് ഈ മുതിർന്ന താരങ്ങളെല്ലാം വന്നിട്ടാണ്. എനിക്ക് തോന്നുന്നില്ല അന്ന് ഈ ജനറൽ ബോഡിയിൽ ഈ മുതിർന്ന താരങ്ങൾ എന്ന് വെച്ചാൽ സൂപ്പർ താരങ്ങളായ മോഹൻലാൽ അടക്കമുള്ള മുൻപ് ഇതിന് നേതൃത്വം നൽകിയിരുന്ന, ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്ന, മധ്യസ്ഥരായിരുന്ന ആളുകളൊക്കെ ഈ ക്രൂഷ്യലായ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല. കാരണം അത്രയും അളിഞ്ഞ വിഷയങ്ങളാണെന്നുള്ളൊരു പൊതു ചർച്ചയാണ് അവർക്കകത്തുള്ളത്. എനിക്ക് തോന്നുന്നു നേരത്തെ ഇന്നസെന്റും മോഹൻലാലും ഒക്കെ അമ്മ പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്നപ്പോൾ ഇത്രയധികം രൂക്ഷമായ പ്രശ്നങ്ങൾ നമ്മൾ ഇല്ലെന്നേ. ഇപ്പൊ ഇടവേള ബാബു പോലും ഇത് ഇടവേള ബാബുവിനെതിരെ മറ്റു തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഉണ്ടായെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇന്നസെന്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇടവേള ബാബു ഓഫീസ് സെക്രട്ടറി ആകുന്നു, മോഹൻലാൽ ആയിരുന്നപ്പോഴും ഇടവേള ബാബുവിന്റെ കാര്യങ്ങൾ ഒരു വേള സിദ്ദീഖ് കൈകാര്യം ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ഇതിപ്പോ അജിംസ് പറഞ്ഞ പോലെ പൂർണ്ണമായും വനിതകളുടെ കയ്യിലെത്തിയ ഒരു കാലം എന്ന് വെച്ചാൽ അധ്യക്ഷ മാത്രമല്ല, ഓഫീസ് ബിയറിംഗ് ഉൾപ്പെടെ, അതായത് കുക്കു പരമേശ്വരനാണ് ഓഫീസ് ബിയറിംഗ് പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായും സ്ത്രീകളുടെ കയ്യിലെത്തിയിട്ടും ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, ഇപ്പോൾ അതിനകത്ത് ഇത് നിയന്ത്രിക്കുന്ന സ്ത്രീകൾക്കിടയിലെ കുറേ എന്താ പറയുക ഈഗോ ക്ലാഷസ് ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നതെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, ഈ ജിഹാദി പരാമർശമാണ്. ഇപ്പോൾ ഒരു ക്ലിപ്പുണ്ടല്ലോ, കലാകാരന്മാർക്കിടയിൽ വർഗീയത പാടില്ലാതെ മാമുക്കോയെ പറയുന്ന ഒരു സീനുണ്ടല്ലോ. അജിംസ്ക പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇപ്പോൾ ഈ ഫ്രട്ടേണിറ്റിയുടെ ഇടയിൽ പലതരം ക്ലാഷസ് ഉണ്ടാകും, പക്ഷേ വർഗീയപരമായ ഒരു ഇഷ്യൂസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അൻസിബക്കെതിരെ ഇങ്ങനെ ഒരു ജിഹാദി പരാമർശം ശരിക്കും ടിനി നടത്തിയോ എന്നുള്ളതിൽ അന്വേഷണം വേണം. അപ്പോൾ നീന കുറുപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത്. നീന കുറുപ്പ് ഇദ്ദേഹം അങ്ങനെ അൻസിബയെ വിളിക്കുന്നത് നീന കുറുപ്പ് കേൾക്കുകയും നീന കുറുപ്പ് അൻസിബയോട് പറഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ അതിനകത്ത് ഒരു ലീഗൽ ഫൈറ്റിലേക്ക് അൻസിബ പോയാൽ തന്നെയും അത് തെളിയിക്കാൻ കഴിയുമോന്ന് ഞാനത് പറഞ്ഞില്ല. ആരാണ് കേട്ടതെന്ന് പറഞ്ഞാൽ ആകെ കൂടി കേട്ടത് നീന കുറുപ്പാണ്. നീന കുറുപ്പ് അതെങ്ങനെ തെളിയിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കൈവിട്ടൊരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ മുതിർന്ന താരങ്ങൾ ഇടപെടേണ്ട ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ മുതിർന്ന താരങ്ങൾ കേസിൽ ഇടപെടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യെസ്, അതാണ്. എന്തായാലും താരസംഘടനയായ അമ്മ പലതരത്തിലുള്ള ഇടപെടലുകൾ മുതിർന്ന താരങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സംഘടന നല്ല രീതിയിൽ നടത്തിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നതാണ്. വനിതകൾ ആ നേതൃസ്ഥാനത്തേക്ക് വരുന്നതൊക്കെ വളരെ സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ, അതിൽ ഇടപെടുന്നതിൽ, അതിൽ നടപടിയെടുക്കുന്നതിനുള്ള ഒരു ആർജവം, ഇച്ഛാശക്തി നേതൃതലത്തിലുള്ളവർക്ക് വേണം എന്ന് മാത്രമേ അഭിപ്രായമുള്ളൂ.